ഗൈസ് അപ്പോൾ ഒത്തിരി ആൾക്ക് ശേഷം നമ്മുടെ ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കും കേട്ടോ. കാരണം നമുക്കവിടെ ഈ പുറകിൽ ഇത് മൊത്തം നമുക്ക് ഇന്നലെ 28 കുഞ്ഞിൻ്റെ നൂലിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ. ഈ പുറകിരിക്കുന്നത് മൊത്തം ഇത് മൊത്തം നമ്മുടെ ഇന്ന് അൺബോക്സിങ് വീഡിയോ ആണ്. സത്യം പറയാം ഫുള്ള് ഇത് മൊത്തം ഇന്ന് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ എന്താണ് മാളുട്ടിയുണ്ട്, മാളുടെ അനിയത്തിയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫുള്ള് അൺബോക്സ് ചെയ്യാം വീഡിയോ കേട്ടോ. നമുക്കെല്ലാം കാണാം. എന്താണ് പപ്പായൊക്കെ അപ്പുറത്ത് കിടപ്പുണ്ട്, കുഞ്ഞവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഗിഫ്റ്റുകളാണ് നമുക്ക് കാണാം കേട്ടോ. അമ്മ എന്നാ പുറകെ വരുന്നുണ്ട് കേട്ടോ, രണ്ടൊക്കെ പൊയ്ക്കൊണ്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് ഫുള്ള് നമുക്ക് അൺബോക്സിങ് വീഡിയോ ആണ്. ബാക്കിക്കാണ് എല്ലാം ഇവർ ഡീൽ ചെയ്തോളൂ. ഞാൻ നമ്മുടെ ക്യാമറ അങ്ങോട്ട് കൈമാറാണ് ഗൈസ്. ഗൈസ് ഞങ്ങൾ നമ്മുടെ ഗിഫ്റ്റുകളൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാം കേട്ടോ. കുഞ്ഞ് ഇച്ചിരി സീനാണ് എന്നിട്ട് ഇപ്പുറത്ത് കിടന്ന് കണ്ടോ. ലേശ സീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കുഞ്ഞിൻ്റെ പേര് കേട്ടോ, ഞാൻ കാണിക്കാവേ ഗൈസ്. കണ്ടോ ഐറ ഗോകുൽ ഗൈസ്, ഇതാണ് കുഞ്ഞിൻ്റെ പേര് ഗൈസ്. രണ്ടുപേർ ടച്ച് ചെയ്ത് പൊട്ടിക്കോട്ടോ. നമുക്ക് നോക്കാം. ആദ്യം ഇതാണ്ടേ മാളുടെ അനിയത്തി കൊണ്ടുവന്ന ഗിഫ്റ്റ് നമുക്ക് ആദ്യം നോക്കാം എന്തോന്ന് കേട്ടോ. അതാണ് അവൾ ആദ്യം പൊട്ടിക്കുന്നത്, ഈ ഗിഫ്റ്റ്. അത് നമുക്ക് ആദ്യം നമുക്ക് നോക്കാം എന്താന്ന്. സാന്ദ്രേ ഒരു ഉഷാറോടൊക്കെ ഇരുന്ന് പൊട്ടിക്ക്, ചത്തെന്ന് പറഞ്ഞിരിക്കാതെ. അത് വലിച്ചു കയറിക്കോ, കുഴപ്പമില്ല. ഞാൻ ആദ്യം നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് നമുക്ക് നോക്കാം. ഇതെന്തൊക്കെയാടി? മസാജ് ചെയ്യുന്നത്, പിന്നെ പൗഡർ, സോപ്പ്, ബോഡി ലോഷന്, ഷാമ്പു. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഗിഫ്റ്റ് കളിക്കുന്ന ഒരു ആനക്കുട്ടിയുണ്ട്. ഒരു സോപ്പ്, പിന്നെ ഇത് കുഞ്ഞിനെ കിടക്കുന്ന മറ്റേ തലയിൽ ഇതാണോ ഷാനയുടെ ഗിഫ്റ്റ് ആണോ? വേറെ 2-3 ഡ്രസ്സുകളുണ്ട്, ഞാൻ കാണിക്കാം. എന്റെ ഗിഫ്റ്റ് എടുത്ത് രണ്ടോരും പൊട്ടിച്ചോ. എന്താ സാധനം? കുഞ്ഞിനെ കിടന്ന സാധനം അല്ലേ? അതിപ്പോ വേറെ ഗൈസ്. അതാണ് നമ്മുടെ ബേബി ഓയില്, ബേബി പൗഡറ്, മസാജ് ഓയില്, ബേബി സോപ്പ്, ഷാമ്പു, ഹിമാലയ കേട്ടോ. അതിപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടിയതെ. ചെയ്യുമ്പോഴത്തേക്ക് ഒരു സമയമാവും കേട്ടോ. സോക്സ് മൊത്തം സോക്സ് ആണോ? അതല്ല ആണോ? വൺ ടൈം യൂസ് ആണോ അതോ? ആണല്ലോ. ഒരാളാണ് ഇത് കണ്ടോ, കണ്ണും തുറന്നിരിപ്പുണ്ട് കേട്ടോ. ആരെ നോക്കുവാ പൊന്നെ? അച്ഛൻ നോക്കുവാണോ പൊന്നാച്ചി? അച്ഛൻ നോക്കുവാണോ കള്ളേ? ഐറമോളെ, എൻ്റെ ഐറമോളെ ഗൈസ്. ഐറ അതേണ്ട തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. പൊട്ടിച്ചോ. കുളിപ്പിക്കുന്ന ഷീറ്റോ? അത് പുതപ്പിക്കുന്നത്? ഓക്കെ. എന്താണ് ഐറ്റം? ഇതൊക്കെ നമ്മുടെ കുഞ്ഞിന് ചേരാൻ ഇങ്ങനെ എത്ര വയസ്സാണ് സാധനം? ഇടാവോ? ഓ ഇല്ല. ഇവിടെ ഒരു കൂട്ടം തുണി കിടക്കും, ഇതുണ്ടോ? നമുക്ക് അതുപോലെ ഗിഫ്റ്റാണ് കിട്ടിയത്. ഗിഫ്റ്റ് ഒത്തിരി ഉണ്ടായിരുന്നു. നൈസ്. ഇത് കുഞ്ഞ് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ ഈ ഡ്രസ്സ്
ആ നൈസ് സാധനം കേട്ടോ. ഇത് ബുദ്ധിയുള്ള ആരോ ഇതൊക്കെ കുറച്ച് എങ്ങനെയാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ പക്ഷെ നല്ല ഡ്രസ്സാണ്. നൈസ് ഡ്രസ്സായിരുന്നു കേട്ടോ. കൊള്ളാം, കൊച്ചിന് കുറച്ച് ആളെ ഇടാം. ഇപ്പം ഇടാൻ പറ്റൂല. വീണ്ടും അടുത്തത് ഇത് ഭയങ്കര ക്യൂട്ട് ഡ്രസ്സ്. കുറച്ച് ഇതൊക്കെയാണ്. ഷാഹിനായ പോലെ തന്നെ ക്യൂട്ട്. നാണം വന്നു എനിക്ക് വയ്യ, ഞാൻ ഇത് മരിക്കും. അല്ല കേട്ടോ ഗൈസ്, നമ്മൾ ഈ കൂട്ടത്തിലേ കുറേശ്ശെ നമ്മളെല്ലാം ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്. വീണ്ടും ഒരു ഷട്ടി. പിന്നെ ഇതില് സോക്സ് ഉണ്ട്. പിന്നെ കുഞ്ഞിനെ പൊതിയുന്നൊരു അത് നല്ലൊരു ഗിഫ്റ്റ് ആണല്ലോ അല്ലേ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റാണ്. ഇല്ലെങ്കിൽ വെച്ചോ, അടുത്ത കുഞ്ഞിനിടാമല്ലോ. ഗൈസ് സാന്ദ്രയൊക്കെ ഒരു ഉഷാറല്ലേ കേട്ടോ. ഉറക്കമൊന്നുമില്ലല്ലോ ഇപ്പം. നമുക്ക് പഴയ കൂട്ടല്ലേ ഗൈസ്, പണ്ട് ഇവിടെ തുള്ളിക്കളിച്ച് നടന്ന ടീമാ. എന്തോ ചെയ്യാനാന്ന് പറ. ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയായിപ്പോയി. അമ്മ കണ്ടോ കുറേ ഉണ്ട് ഗൈസ്. ഇതെല്ലാം എപ്പോൾ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളെല്ലാവരും സഹകരിച്ച് വീഡിയോ കാണണം കേട്ടോ. ഗൈസ് വേണ്ട, അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാ അത്? ഈ ഐറ്റം കൊള്ളാം കേട്ടോ. അതിനോട് വേറെ ഉണ്ടാക്കി ഉണ്ടല്ലേ. ഹിമാലയയുടെ പൗഡറുണ്ട്, സോപ്പുണ്ട്, ഒരു പെന്നുണ്ടല്ലോ. സോറി കൺമഷി കേട്ടോ, കൺമഷി ഉണ്ട്. ഇത്രയും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാറുണ്ട്. പക്ഷേ ചേച്ചി കുഞ്ഞിന് പാല് കൊടുക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു ക്യൂട്ട് ഗിഫ്റ്റ് കാണിച്ചു തരാമേ. ഇതാണ്ടോ, അതിനകത്തൊരു ബേബിയൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു പൗഡറുണ്ട്, പിന്നെ ഒരു കൺമഷി ഉണ്ട്, വളയുണ്ട്. എന്നീ ഇതിൽ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. കാണിക്കൂ കാണിക്കൂ കാണിക്കൂ. ഇതിനകത്തൊരു നിപ്പിള് കുപ്പിയുണ്ട്. നമുക്ക് ഇതില് വെള്ളം വെള്ളമല്ല പാല് നിറച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാം. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്ന ഇത് സോഞ്ചടാ കിട്ടിയല്ലേ. ഇത് ഇതിനകത്ത് വെക്കണം. എന്നിട്ട് ഇത് ഇതിനകത്ത് ഇടണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ വെച്ച് കുഞ്ഞി ടവല പക്ഷെ ഇങ്ങനെ എടുത്ത് നമുക്ക് വേറൊരു പെട്ടി അൺബോക്സ് ചെയ്യാനുണ്ട്. നമുക്ക് അതിൽ കുറേ ടവലുണ്ട്, ബേബിക്കിടാൻ പറ്റുന്ന ചെറിയ ഷർട്ട്, പാൻറ്, അങ്ങനത്തെ സാധനമൊക്കെ. ഞാൻ ഓരോന്നോരോന്ന് നിങ്ങളെടുത്ത് കാണിച്ചു തരാം. അങ്ങനല്ലാതെ രണ്ടെണ്ണം അത് അവിടെ കൂടെ നന്നാക്കാം. ഇത് നമുക്ക് കുഞ്ഞിന് ഇത് ഒരു മാസം ഇടുന്ന ഡ്രസ്സ്, ഇത് 5 മാസം ആകുമ്പോൾ ഇടുമ്പോഴുള്ള ഡ്രസ്സ്, ഇത് 10 മാസം ഇടുമ്പോഴുള്ള ഡ്രസ്സ്. ഇത് അതിന്റെ വേറൊരു കളറാണ്, വേറെ കളർ. പിന്നെ ഇത് ചിമ്മി, ഇതും ഒരു ഡ്രസ്. ഇത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രസ്. ഇത് മറ്റേതിന്റെ ബാക്കി. ഇത് 3 എണ്ണം ഉണ്ട്. ഇതിന്റെ വോയിസ് ഓവർ ഞാൻ ചെയ്തോ. ഇത് ഒരു കുഞ്ഞി ഡ്രസ്. ഇത് 2 എണ്ണം ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ബേബി പൗഡർ, അങ്ങനെ കാണിച്ചാൽ ഇതിനകത്തൊരു ബേബി പൗഡർ, ബേബി സോപ്പ് ഉണ്ട്, സോക്സ് ഉണ്ട്. പിന്നെ ഇത് സോക്സ്. അതിന് വേറൊരു സെറ്റ് ബോക്സ് ഉണ്ട്. കാണിച്ചേ.
കരയണ്ട. ഇത് ഇതിനകത്ത് ചെറിയ ഡ്രസ് അത് ഒരെണ്ണം എടുത്ത് കാണിച്ചു കൊടുക്കും. എന്റെ പൊട്ടിച്ചോ? അത് എത്ര ഉണ്ടെന്ന് പറയണത്. ഇത് ഇതുപോലത്തെ ഒരു 5 ഡ്രസ്. ഇതിപ്പം ചേരുന്ന വീണ്ടും ഒരു എസ്തെറ്റിക് ഡ്രസ്. ഇത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സാണിത്. ഇത് കൊള്ളാം. ഇതുപോലെ വേറെ ഒന്നും ഉണ്ടായിരുന്നു, അത് ഇന്നലെ ഇടിച്ചു ഇതില്. പിന്നെ ഒരു മോഡേൺ ക്യൂട്ട് ഡ്രസ്. ഇങ്ങനത്തെ കൂടുതൽ പിന്നെ പൂക്കളുള്ള ഡ്രസ്. ഞാൻ എന്തുവായിരുന്നു പാസ്വേഡ് ഇട്ട്? ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റില്ല. ഇതാണ് കുഞ്ഞു ഡ്രസ്സാണ്. അതുപോലത്തെ വേറെ ഉണ്ടല്ലോ, സെറ്റായിട്ടുള്ളതാണ് ഇത്. പിന്നെ ഇത് ചെറിയ ചെറിയ ടവൽ. ഒരെണ്ണം കാണിച്ചാൽ മതി, ഇത് കാണുന്നത്. ക്യൂട്ട് ഡ്രസ്. അത് മോളെടുത്തതിന്റെ കൂടെ ഉള്ളത്. ആ പിന്നെയും കുറച്ച് സെറ്റ് ഡ്രസ്. ഇത് ചെറിയ ഷർട്ടാണ്. ഇതെടുക്കണ്ടല്ലോ. കെട്ടുടുപ്പില്ല. പിന്നെ ഇത് തണുപ്പത്തൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ ഇത്ര രീതിയിരിക്കും കേട്ടോ. കണ്ടോ, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അൺബോക്സിങ് കേട്ടോ. കുഞ്ഞ് കണ്ട ഭയങ്കര സീനാണ് കേട്ടോ. സീനെന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പ് കണ്ടോ. കരച്ചിൽ തന്നെ കരച്ചത് വേണ്ട വേണ്ട കിടക്കുന്നു. ഇവിടെ വാക്കടി കളി കണ്ടോ. ഇത് കാണിച്ചോടി. അത് ഉപ്പ് വന്നു. ഇതിങ്ങനെ എന്റെ അളിയനാണ് കേട്ടോ ഗൈസ്. അളിയൻ അയ്യോ സോറി, ഇത് അളിയന്റെ കൂട്ടുകാരൻ അനിയൻ. ഇത് അനിയനായിട്ട് വരും. അളിയൻ ഇതാണ് ആരോൺ, ഇത് അപ്പു. മുടി ഇങ്ങനെ ഗിഫ്റ്റോടെ കാണിക്കുന്നു. വേറൊരു ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. ഇത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്. നല്ല കളർ കോമ്പിനേഷൻ, സ്റ്റാൻഡേർഡ് പാക്കിംഗ് ഒക്കെയാണത്. സൂപ്പർ. ഇത് ആരാണ് തന്നെ എനിക്ക് വളരെ വളരെ അധികം ഇഷ്ടപ്പെട്ടു. അതേ കടയിൽ നിന്ന് നമുക്ക് വേറൊരു സാധനം കിട്ടി. 2 ഉണ്ട്. അപ്പൊ ഇതൊന്ന് പിടിച്ചാടാ. ഇതൊന്ന്, ഇത് 2. ഞാൻ പച്ച ഇതിങ്ങനെ എടുത്താടാ. സെയിം അല്ല, 2 സെയിം. രണ്ടും ഒരു പാക്കറ്റില് ഒരു സോപ്പും ഒരു ബേബി വൈപ്പും ഉണ്ട്. ആ ബേബി വൈപ്പ് അവിടെ മാറ്റി വെച്ചു. നമുക്ക് അപ്പോൾ ആവശ്യമുള്ള സാധനമല്ലേ ഗൈസ്. ഒരു ബേബി സോപ്പ്. ഇന്നോട് ഞാൻ ബേബി സോപ്പ് വെച്ചു കുളിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ലാസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഗിഫ്റ്റ് ആരോൺ തന്ന ഗിഫ്റ്റ്. അതേ ആയിരിക്കുന്ന ഗിഫ്റ്റ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റും ആരോൺ തന്നതാണ്. സൂപ്പർ ഡ്രസ്. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മുന്തിരി കളർ. അല്ല, ഇത് ഏത് കളറാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നല്ല ഡ്രസ്സാ. കുഞ്ഞ് ഭയങ്കര കരച്ചില്ല. പ്ലീസ് കുഞ്ഞ് ഭയങ്കര എല്ലാവരും ശ്രദ്ധിച്ച് കിടക്കണം. ഇതാണ് ഗുയ്സ്, ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് തന്നത് ആരെങ്കിലും ഒത്തിരി ഒത്തിരി താങ്ക്സ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്. ഈ അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ്. ചുമത്രയിലെ അല്ലു അർജുൻ ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോവാണ്. അയ്യോ സാധനമാണ് പേര്. അടിപൊളി ഉടുപ്പ് കേട്ടോ. നൈസ് ഉടുപ്പ്. ഒരു പാവാടയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പാവാടയുണ്ട്. കുറേ സോക്സ് ഉണ്ട് കേട്ടോ. അടിപൊളി പല കളർ കേട്ടോ. മഞ്ഞുണ്ട്, വെള്ളയുണ്ട്, ചുമലയുണ്ട്, പിങ്ക് ഉണ്ട്, നീലുണ്ട് കേട്ടോ. നൈസ് കളർ ഉണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ. ചെറിയ ഗിഫ്റ്റ് ആണ്. നല്ല എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അതുപോലത്തെ കേസ് നമുക്ക് കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. താങ്ക്സ് പറ. അത് ആരാണ് തന്നത്? താങ്ക്സ് ഉണ്ട് കേട്ടോ. എല്ലാം തന്നെ ഇവര് സ്ലോ ആയതുകൊണ്ട് പടപടന്ന പണി നടക്കണമെങ്കിൽ ഞാൻ തന്നെ വരണം. കാരണം ഇവര് ഭയങ്കര സ്ലോയാണ്. സോനി ചേട്ടൻ മാസാ ചുമത്രല്ലേ ഗുയ്സ്. ഇതൊരു ക്യൂട്ട് ഡ്രസ്. കുഞ്ഞൊക്കെ 2-3 വയസ്സാകുമ്പോഴാ അല്ലേ? അടിപൊളി സാധനം കേട്ടോ. അടിപൊളി കിഡ് സാധനം. നല്ലൊരു ഫ്രോക്കാണ്. എന്റെ കല്യാണത്തിന് കുഞ്ഞിന് ഇതിട്ടോണ്ട് വേണം കൊണ്ടുവരാൻ കേട്ടോ. അടിപൊളി സാധനം. റോസാ പോലെ താമരപ്പൂ. അത് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. നെഞ്ചത്തടിച്ച് പറ. സ്പെഷ്യൽ താങ്ക്സ്.
നമുക്കിനി അത് വെക്കാം. കല്യാൺ സിൽക്സിലെ ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. മാക്സിലെ എല്ലാം ഉണ്ടല്ലോ, എന്തോരം ഉണ്ട്. ഇതൊരു ക്യൂട്ട് ഡ്രസ്, കുഞ്ഞിന് ഇപ്പൊ ഇടാൻ പറ്റിയ ഒരു ക്യൂട്ട് നല്ലൊരു കളർ തീമുള്ള ഡ്രസ്സാണ്. കൊള്ളാം. പിന്നെ ഒരു മിന്നാമിനിങ് കളർ ഷഡ്ഡി, ഇതൊക്കെ രാത്രി ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇരുട്ടത്ത് നാങ്ങണം, നല്ല രസമായിരിക്കും. വെള്ള കളർ ഷഡ്ഡി. നിക്ക് ഈ ഡ്രസ് കാണിച്ചില്ല. പിന്നെ ഇതൊരു ക്യൂട്ട് ഡ്രസ്, ഇത് കുഞ്ഞു ഡ്രസ്, മുട്ടിന്റെ അത്രേ കാണത്തുള്ളൂ കുഞ്ഞിന്റെ, അത്ര മതി. നെക്സ്റ്റ് ഒരു പൈനാപ്പിൾ അല്ലല്ലോ, സ്ട്രോബെറി ഉള്ളൊരു, അല്ല സ്ട്രോബെറി അല്ല, ചുവപ്പ് കളറിലെ ഉടുപ്പ് നല്ല ഇതൊരു കണക്ക് തീരാതടിയില്ല കേട്ടോ. ഇതോടെ ഇത്ര ഇരിക്കുക രക്ഷയില്ല. നമ്മുടെ വീടുകളിൽ ലെങ്ത് വെറുതെ കൂടിപ്പോത്തുള്ളൂ ഗൈസ്. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞു രാത്രി. നമുക്കിപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി സത്യം പറഞ്ഞാൽ. കണ്ടേ എല്ലാവരും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ഇത്ര നേരമായിട്ട് വേണ്ട ഓപ്പൺ ചെയ്ത് ഗിഫ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ മേശപ്പുറത്ത് അത്രേ ഉള്ളൂ. ബാക്കി ഫുഡിൽ വേണ്ട പുറകെ കിടക്കുന്നുണ്ടോ. ഇതെല്ലാം നമ്മളിനി അൺബോക്സ് ചെയ്യാനുള്ളൂ. നമുക്കും കാണാൻ ആഗ്രഹമുണ്ട് എന്തൊക്കെയാണ്, പക്ഷേ സമയം കിട്ടുന്നില്ല. എല്ലാവരും ക്ഷീണിച്ചു. കാരണം നമ്മുടെ ഷൈന സാന്ദ്രയുടെ അനീതി ഗൈസ്. അപ്പം ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അങ്ങോട്ട് ഗൈസ് കുഞ്ഞിറക്കോട്ടെ, അല്ല കുഞ്ഞിനെ കൂടെ കാണിക്കുമായിരുന്നേ. അപ്പോൾ ടാറ്റ ഗൈസ്. അപ്പം നമ്മളാണ്ടേ ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇന്നലെ ബാക്കി അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മൾ വേണ്ടേ ഇന്ന് ബാക്കി നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകും കേട്ടോ. വേണ്ടേ കുട്ടിയാനെ അപ്പുറത്തിരിപ്പുണ്ട്, കുഞ്ഞുടക്കണം ഉറങ്ങുന്നുണ്ട്, മാവിട്ട് വേണ്ട ഇപ്പുറത്തുണ്ട്. നമുക്കിപ്പോൾ ബാക്കിയുടെ നമുക്കപ്പം അൺബോക്സ് ചെയ്യാം കേട്ടോ. നീ കുളിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാ കുഴപ്പമില്ല. എന്റെ തുടുക്കേക്ക് ഈ ഉടുപ്പ് നല്ല ഉടുപ്പാണ്. അത് കൊള്ളായിരുന്നു കേട്ടോ. അല്ല ഇത് ഇപ്പൊ ഇടാൻ പറ്റുന്ന സൈസ് ഉടുപ്പാണ്. നിക്കറ് സോണിച്ചേട്ടൻ കുഞ്ഞിനെ ഉറക്കുന്നു. അല്ല ഉറക്കമാണോ ഒന്നും അറിയത്തില്ല. ഈ ഉടുപ്പുണ്ടോ? രണ്ടുടുപ്പുണ്ട്. എവിടെ? എന്റെ ഫോണിൽ അല്ല എന്റെ ഫോൺ പുറകെ കാണും, നോക്കിയേ ഉണ്ടോ? നല്ല വീഡിയോ ഫോട്ടോ ഇടാൻ പറ്റിയ മാറി മാറിയിടാം. ഇപ്പോഴത്തെ എന്റെ വേറൊരു ബാക്കി. പിന്നെ ഉള്ളത് നല്ല ഇതൊക്കെ ഇട്ട് ഒന്നാമത് ചൂട് സമയം കൂടെ രണ്ടുടുപ്പ് പിങ്ക് ആണ്, പിങ്ക് ഷെയ്ഡ് നല്ല രസം. എടാ കട്ട് ചെയ്ത് ഇത് നല്ല ഉടുപ്പാണ്. ഇത് ഞങ്ങൾ 6 മാസം കുറച്ച് കഴിഞ്ഞിട്ട്. ഇത് നല്ല ഉടുപ്പാണ്. ആരെടുത്തയാന്ന് വെച്ചാൽ ഞാൻ എടുത്തതാണ്. ആണോടാ? ഇതിനകത്താണല്ലോ. ഇതല്ലേ ഞാൻ എടുത്തേ. ഇതുപോലത്തെ ഒരു സാധനമാണ് ഞാൻ എടുത്തേ. ഇത് തന്നെ സെയിം സാധനം. ഇത് എവിടുന്നാ? ഇതിനകത്തല്ലല്ലോ ഞാൻ ഇട്ടത്. മൾട്ടി ബ്രാൻഡ്. എടുത്ത കവറിൽ തന്നെയാണ്. ആ ഞാൻ മറ്റേ രാഗത്തിൽ നിന്ന് പക്ഷെ എടുത്തേ. എടുത്ത കവറിൽ തന്നെയാണ്. അതെനിക്കത് തരാം. ഇത് കൊള്ളാവേ. കളിപ്പാട്ടം കഴിയാതെ കളിപ്പാട്ടാണ് തുണിയാ. ബേബീസ് ഞാൻ പൊട്ടിക്കാൻ കിടക്കുന്നല്ലേ. അത് തന്നെ മോനെ, സെയിം കളറാ. സെയിം സാധനം ചേച്ചി. ഇത് 2 അങ്ങനെ കുറെ ഉണ്ട് സെയിം കളർ. ആ അതാ പറഞ്ഞേ. എടാ മറ്റേ നല്ല ഉടുപ്പാ. ഞാൻ ഇത് ഉടുപ്പ് എടുക്കായിരുന്നു. അല്ല അതേതായിരുന്നു? ഇതിനകത്ത് ഒരു ഇതും അതുപോലെ ഉണ്ടല്ലോ ഇത്. കുഞ്ഞു കുടിക്കാൻ പാടില്ല. അല്ലല്ല ഡിഫറെന്റാ. പൊട്ടിച്ചെടുക്കാം. ഇതിപ്പോ പക്ഷെ വേറെ ഉണ്ട്, ഇതിന്റെ തന്നെ ഇതുപോലത്തെ വേറെ ഇരിപ്പുണ്ട് അവിടെ എങ്ങാണ്ട്. ഇതിനെക്കാട്ടി ഒരു ഇത് ഇപ്പം പഴുതില്ല. മറ്റേ സാധനമല്ലേ മദർ മിൽക്ക്. പിങ്ക് കളർ നല്ല ഷെയ്ഡ്. പക്ഷെ ഇത് ഇപ്പം ഇടാൻ പറ്റില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ഇതൊന്നും ഇല്ലെങ്കിലാണ് പ്രശ്നം വേറെ വരുന്നത്. ഇത് ഇത് വേണം.
സിമ്പിൾ ടിമ്പിൾ സാധനം. തണുപ്പുള്ളിടത്താണ് ഇടാം. ബേബി അങ്ങ് ഉറക്കി കളഞ്ഞു. ചേച്ചി പിന്നെയും ഇങ്ങോട്ട് ഇടാം. ചേച്ചി പിന്നെയും. ഇത് ഇങ്ങനെ വലുത് നോക്കി എടുക്കില്ല കേട്ടോ, മോശം. നമുക്ക് അത് പൊട്ടി എന്നിട്ടില്ല ചെറുതോട്ട് പോകാം. ബ്ലോഗറായിട്ടിരുന്ന് എന്തോ ചെയ്യണം, കുഞ്ഞിനെ ഉറക്കമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിനെ എല്ലാത്തിനെക്കാട്ടും വിലയുള്ള സംഭവമാണ് ഇത്. കാര്യം ഇതൊരു അമ്മച്ചി കണ്ടോ. ഇതുപോലെ തന്നെ സാന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നു ഈ റോസ് കളർ. ഈ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു കൊച്ചിലെ ഉണ്ടായിരുന്നു, സാന്ദ്രയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഷാനായി ഷാമിക്ക് ഒരുപോലത്തെ ഉണ്ടായിരുന്നു. ഇവർക്ക് 3 പേർ പല സൈസില് ഇതുപോലത്തെ തന്നെ ആകുന്നുണ്ടാകും. ഞങ്ങൾക്ക് അമ്മ എടുത്തത് അങ്ങനെ. പക്ഷെ ഇപ്പൊ അത് നല്ല 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 ഉടുപ്പായത് കണ്ടോ. പിന്നെ ഈ ഉടുപ്പ് ഇത് നല്ല ഉടുപ്പാ. പിന്നെ നമുക്ക് ഇപ്പം ഇടാൻ പറ്റിയോ ഇത് ഇത് ചെക്കിൻ്റെ ഇത് ഇപ്പം ഇടാൻ പറ്റുന്നതാ നിക്കറും. അമ്മ ഇപ്പം ഇടാൻ പറ്റുന്ന എല്ലാം ഇട്ട് തീർക്കണം. ഇവിടെ പോയിട്ട് അതൊക്കെ എടുത്ത് മാറ്റി വെക്കാം. പോവാം. നാളെ തൊട്ട് നമുക്ക് എവിടെയൊക്കെ അങ്ങ് പോവാം. അതൊക്കെ മാറ്റി വെക്കും. ഉറങ്ങി. അമ്മയോട്ട് ഭയങ്കര ചെയ്യുന്നില്ല. അച്ഛൻ ഇന്ന് ആട്ടല്ല. എടാ വൈകിട്ട് വേണോ? നിങ്ങളെ പറയുന്നത് ഇതുണ്ടോ? ഇത് ഇന്നൊരു ആന്റി ഇന്ന് വന്ന ഒരു ആന്റി കൊണ്ടുവന്ന ബേബി കെയറിന് ഒരുപാട് എന്തുവാ ഇങ്ങനെ നല്ല സമയം എത്രയാ നോക്കിയടാ? 9:20 നല്ല രസമുണ്ട്. ഒരു ഗ്രീൻ കളർ നല്ല വൈറ്റ്, എല്ലാം വൈറ്റ്. ഇതേപോലെ ഇതൊരു നിക്കർ പോലത്തെ ഉടുപ്പ് കേട്ടോ. ഇതിനെന്തോ പറയുന്നത് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ പേരറിയാത്തോണ്ടാവുന്നു. ഇതിനെന്തോ പറയും. അയ്യോ അതാ പാവയുടെ ഇത് വേണ്ട മാറ്റി. ഇനി അടുത്തത് എടാ ഇങ്ങോട്ട് കാണിക്കണം. അടുത്തതുണ്ട് നമുക്കൊരു അതാണ് ഈ ചെറുക്കൻ്റെ ആധാർ. കിട്ടി ആധാറല്ല ചെയ്യും. അവൻ ഉറക്കിയിട്ടില്ല. പക്ഷേ നോമനമ്മ ഇതുണ്ട്. ഇതൊരു ബെന്നിനും കൊടുക്കുക. സോറി, പാവാടയും ബെന്നിനും നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ്. എല്ലാം നല്ല ഉടുപ്പാണ്. അച്ഛനെന്താ കട്ടിലെ പോയിരുന്നു നോക്കുന്നതിൻ്റെ അടുത്ത് കുഞ്ഞിനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ നോക്കണം കേട്ടോ. അല്ല, ഇതൊരു ഉടുപ്പ്. ഇത് വേറെ ഉടുപ്പ്. ഇത് വേറെ ഉടുപ്പാ. അല്ല ഇത് അടിയിലിട്ടിട്ട് ഇത് മണ്ടയ്ക്കണോ? അമ്മയ്ക്കൊന്നും അറിയത്തില്ല. അതിന്റെ അതും കട്ട് ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞ മണ്ടത്തരം. ഇത് നമുക്ക് അമ്മ ഇത് കണ്ടോ, ഈ കളർ നല്ല. ഇതൊരു കാപ്പിപ്പൊടി ബേബീസ് അല്ല. അതും കറക്റ്റ് പിടിക്കുവേ. ഇത് ഇത് നിക്കർ ഉടുപ്പ്. സോറി, നിക്കർ ഉടുപ്പ്. പിന്നെ അപ്പച്ചന് കെട്ടുടുപ്പ്, ചീപ്പ്, മറ്റേ ബോട്ടില മൾട്ടിപർപ്പസ് ബോട്ടിൽ. ഇതെന്തുവാ? സാധാരണ ഉള്ളതല്ല ഈ ബോട്ടില് അല്ലേ? അങ്ങോട്ട് അമ്മ ഇളക്കി എടുക്കുമായിരിക്കും. ഞാൻ പറയുന്നത് ഇത് പാലും കുപ്പിയാ. വോട്ട് ചെയ്തല്ല ഇങ്ങനെ അങ്ങ് വല്ലാതെ നടക്കും. അതുകൊണ്ടോ കേട്ടോ. ചുമ്മാടാ ഒന്ന് കട്ടാക്കിയ പറയട്ടെ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ വന്നേക്കണം.
ഫ്രീ ആയിട്ട് എന്താ പെട്ടി മാത്രം. ഓ, ഒരു പാലും കുപ്പിയൊക്കെ കണ്ടിട്ട് എത്ര നാളായി. വരത്തില്ലെന്ന് ഞാൻ എൻ്റെ ഒന്നല്ല LKG UKG. ഈ ഉടുപ്പ് കണ്ടിട്ട് കണ്ട പിന്നെ കൊള്ളാല്ലേ? പോക്കറ്റ് ഉണ്ട്. സോപ്പും നോക്കാം. ഒരുടുപ്പ്, അതിൻ്റെ നിക്കറ്, പിന്നെ ഒരു പാൻറ്, അതിന് പറ്റിയൊരു ഉടുപ്പ്. ഇതിപ്പം ചേരുന്നതാണേ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിപ്പം ചേർത്തേ ഉള്ളൂ. ഇത് കൊള്ളാം കേട്ടോ. കൊള്ളാം. രണ്ടുടുപ്പാണ്. അപ്പം ഓക്കെ, ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് അറിയാം. ഇത് ഇതിൻ്റെ കൂടെ ഈ ഒരു പാക്കറ്റിൻ്റെ സോപ്പുണ്ട്, ഒരു പൗഡറുണ്ട്. ഇത് ഹിമാലയയുടെയാണ്. പിന്നെ ഇതേ ചാവലാണ്. അതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇതും നല്ലതാണ്. ഇതും ഒരു നിക്കറും ഉണ്ട്. ഇതുണ്ട്, ഇത് കൊള്ളാം മോനെ, ഇത് കൊള്ളാം. അപ്പൊ ഇത് നിങ്ങൾ രണ്ടും കാണുന്നുണ്ടെന്ന് അത് കണ്ടിട്ടേ അമ്മ മാറ്റിക്കണം. ഞങ്ങൾ നീലിപ്പെണ്ണെ നല്ല പറയുന്ന എല്ലാം കൊള്ളാമേ. ഇത് കൊള്ളാം. ഇറങ്ങിക്കോ. ഇത് കണ്ടോ, ഇത് മേടിച്ചോണ്ട് വന്നേ. ഇതുപോലെ തന്നെയുള്ള ഒരു ഇത് ടോയ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് കിട്ടില്ല. അല്ല ഞങ്ങൾ ഇതോടെ മേടിച്ചോണ്ട് വന്നു. ഡിസൈൻ പൈസ അല്ലായിരുന്നു. മോനാണോ കൊണ്ടുവന്നേരണം? ഞാനും ഒപ്പം പൊട്ടിക്കുന്നു. ഇതുപോലെ തന്നെയുള്ള ഒരു ഉടുപ്പ് വേറെ ഉണ്ടല്ലേ മോനെ? ഓമന മേടിച്ചു. മോനെ മേടിച്ചാണോ? ഇതേപോലെ രാവിലെ പോയി. ഇത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നേ, മനസ്സിലായോ? ഇത് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ്, ഒരു ബെൽറ്റ് ഒക്കെ ആയിട്ട്. അത് ബെൽറ്റ് എന്ന് പറഞ്ഞാലും ഇതൊരു ബിലാല് മേടിച്ച് ചെയ്താടാ. ഇവിടെ എന്നെ വിളിച്ചിരുന്നോ? ഇതേ മോനെ. ഓ, ഇതുപോലെ കുറേ ഉടുപ്പുകളുണ്ട് കേട്ടോ. കോട്ടൺ ഉടുപ്പാണ് ഇതെല്ലാം. പക്ഷേ എന്താ ഇതുപോലത്തെ കാണിച്ചില്ലേ, കോട്ടൺ ഉടുപ്പാണ്. അതാണ് രസം. എല്ലാം നല്ല രസമാണ്. മാമനും പപ്പായും എൻ്റെ നടിവും. ഇത് കൊള്ളാം. ഇത് പൂവ് രണ്ടിനും നിക്കറുണ്ട്. ഇതിൻ്റെ ചൂട് ഇത് ഇച്ചിരി കട്ടിയുള്ള ഉടുപ്പാണ്. ഇത് ഇപ്പം ഇടാൻ പറ്റുന്നതാ. ഇതിപ്പം പറ്റുന്നതാ. അല്ല അല്ല, ഒരു വെയിറ്റ് പൊട്ടിക്ക് പറ്റത്തില്ല. അത് ഒരെണ്ണം എടുക്കാൻ പറ്റത്തില്ല. അത് മൊത്തം പൊട്ടില്ല. വെയിറ്റ് വേറെ കാര്യം നോക്കുക. 1120 രൂപ ഇത്. ഇതാരാ തന്നെ? ഡിസ്കൗണ്ടൊക്കെ കാണുമോ? ഡിസ്കൗണ്ട് 1000 കാണും. പോലും. ഇതാരാ ഈ വലിയ പ്രശ്നം? ഇത് തന്നെ അതെന്തോ അത് തലങ്ങണയോ? നീ ലോക്കാടി വേണ്ട. കുഞ്ഞിന്റെ തല ഉരുട്ടി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൈ കൊണ്ടെന്ന് വെച്ചാൽ അവളുടെ തലയുടെ മണ്ട അടിയിൽ തലയുടെ അടി വെച്ച് അവളുടെ അഹങ്കാരം ഒന്ന് തീരട്ടെ. ഇത് ഇവിടെ വെക്കുന്നയാളാ? അത് ഭാവിയാ. അയ്യോ അല്ല, ഇത് സോക്സ് ആണ് ഗൈസ്. സോക്സ് കയ്യിലിടുന്നേ. ഇത് കയ്യിലിടുന്ന ഇത് കയ്യിലിടുന്നത്. ഇത് രണ്ടും കാല്. അതെന്ത് സാധനം? ഇത് എവിടെയെങ്കിലും നമുക്ക് ഇടാം. ഇടാം. പിന്നെ ഇതൊരു ഉടുപ്പ്. ഇതൊരു ഉടുപ്പാണേ. അങ്ങോട്ട് പോകണ്ടല്ലോ. ഞാൻ അടുത്തടുത്ത് തരാം. അതായത് രീതിയാണ് പപ്പ കാണിച്ചു. ഇതുകൊണ്ട് വേറെ പപ്പ കാണിച്ചു. ഒരു പിങ്ക് കളറ്. ഇതിന്റെ ഉടുപ്പാണ്. ഇത് കാണിച്ചു തോന്നല്ലോ. അല്ലല്ല അല്ലേ? ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഒരു നിക്കറ്.
ഒരു ഉടുപ്പ് എല്ലാ കളറും നല്ല ഉടുപ്പ്. ഇതുപോലത്തെ വേറെ ഉണ്ട് ഇതിനകത്ത്. രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട്. ഇതുപോലൊരു നിക്കറും പേഴ്സ്. വേണ്ട നല്ല ഉടുപ്പാ കേട്ടോ. എല്ലാം വെറൈറ്റി സാധനം. ഒരു നിക്കറേ വൈറ്റിനകത്ത് ഇതിങ്ങനെ പോയി ഇതുപോലത്തെ വേറെ ഉണ്ടായിരുന്നേ. വേറെ കളർ വേറെയാണേ ഉള്ളൂ. വേറെ ഇതുപോലത്തെ തന്നെ ഉണ്ട്. ഒരു നിക്കറും ഉണ്ട്. ആറ് പന്ത്രണ്ട് പേരെ കുഞ്ഞിനെ അവരെല്ലാം എനിക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഇതൊക്കെ ഇടാൻ പോകും. ദൈവത്തിനറിയാം ജീവനുണ്ടോ എന്ന്. ഇത് കണ്ടോ, ഇതുപോലത്തെ വേറെ കളർ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ് കറണ്ട് പോയി ഗൈസ്. ഇത് കണ്ട ഗൈസ്, ഈ മുറിക്കാൻ കണ്ടോ ഒരു തുണിക്കടയ്ക്ക് അത് കയറി ഫീൽ സത്യം പറഞ്ഞാൽ അത് കൂട്ടി കിടക്കും സാധനങ്ങൾ. ഇത് കണ്ടോ കറണ്ട് പോയ കാരണം ഒന്നും കാണും. ഫുൾ ഇരുട്ടായിപ്പോയി. ഇത് കണ്ടോ എല്ലാം പെറുക്കി കൂട്ടി വെച്ചോണ്ടിരിക്കുക. കണ്ടോ ഇങ്ങോട്ട് നോക്കി കണ്ടോ. പിന്നെ ഇപ്പുറത്തേക്ക് നമ്മൾ അടുക്കിക്കൊണ്ടിരിക്കുക. ഫുൾ ഒരു തുണിക്കടയിൽ കയറിയ ഫീലുണ്ട്. കംപ്ലീറ്റ് സാധനം. ഞാൻ സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് വീഡിയോ എടുക്കാനേ ഞാൻ കയറിയില്ല. കാരണം നമുക്കിതൊക്കെ മടുപ്പുള്ള പരിപാടി. കാരണം ഓരോ ദിവസം പൊട്ടിച്ച് എപ്പോൾ കഴിയാനാണ് ഗൈസ്. എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞ് കിടന്ന് ഉറങ്ങുക കണ്ടോ. ഫാനിലെത്താറാൻ പിന്നെ ഒരു വിശറി കിട്ടി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക കാറ്റിന് വേണ്ടി ഗൈസ്. മൊത്തം നമുക്ക് നല്ല ഒരുപാട് ഗിഫ്റ്റ് കിട്ടി കേട്ടോ ഗൈസ്. നാല് പീസായത്. പാക്കറ്റ് ഒതുങ്ങിയോണ്ട് പോന്ന തെങ്ങിന് അത് പറയട്ടെ. ബേബി ഇതിങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ വേണേൽ വിരിച്ചു കിടക്കാം. ഇല്ല എങ്കിൽ സ്ക്വയറിലാണ് കുഞ്ഞിനെ. സേഫായിട്ട് സേഫായിട്ട് കുഞ്ഞിനെ കിടക്കാം. ഇങ്ങനെ തലകണയുണ്ട്. പില്ലോ ഇങ്ങനെ സേഫാ. കൊതുകിനെ ഒന്നും പേടിക്കണ്ട. അങ്ങനെ ആരോട് മാവ് കൊണ്ടുവന്ന് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടിയിൽ ഒരുമാതിരി ഒതുക്കി കേട്ടോ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കാണിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയും കാണിക്കാം സമയമുള്ളപ്പോൾ കേട്ടോ. അപ്പോൾ ടാറ്റാ.